ചേട്ടാ ചിക്കൻ ബിരിയാണി. താനിപ്പോ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി ഇല്ലേ, അതിൽ ഈക്കോളെ ബാക്ടീരിയ ഉണ്ട്. അത് കാരണം തനിക്ക് അനോറക്സിയ നെർവോസ് വരും, ഫിൽട്രേറ്റ് റേറ്റ് കുറയും, ബൈൽ സ്റ്റോൺ വരും, കിഡ്നി ഫെയിലിയർ ആവും, അതിന് താൻ തട്ടിപ്പോവും. ചേട്ടാ ഓർഡർ ക്യാൻസലേ. താനാരാ? ബാദുഷ സോളജിസ്റ്റ് ആയിരുന്നു, ഇപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ബാംഗ്ലൂർ. എങ്ങനെയാന്നല്ലേ, 10ാം ക്ലാസ്സില് ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഫുൾ A+ ലെവലൊക്കെ സയൻസ് എടുക്കുന്ന മന്ത്രി ഞാനും സയൻസ് എടുത്തു. +2 കഴിഞ്ഞപ്പോൾ നല്ല അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ സോളജി അത്യാവശ്യം നല്ല കോഴ്സായി എനിക്ക് തോന്നി. അപ്പൊ ഞാൻ സോളജി എടുത്തു. പിന്നെ അങ്ങനെ അത് 3rd ഇയറും പാസ്സായി. ജസ്റ്റ് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി. പക്ഷെ അതുകൊണ്ടൊരു ഉപകാരം ഒന്നും ആയില്ല. വീട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോ വീട്ടിൽ പ്രഷർ ഇളകി തുടങ്ങി. ഡിഗ്രി കഴിഞ്ഞില്ല, ഇഞ്ഞെന്തില്ല ചോദ്യം വല്ല തുടങ്ങി. കോഡിങ്ങിനെ കുറിച്ച് ഞാൻ വളരെ ലേറ്റ് ആയിട്ട് അറിഞ്ഞത്. അപ്പൊ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് വന്ന് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ അങ്ങനെ നോക്കൽ തുടങ്ങി. കോഡിങ് എന്തോ എനിക്ക് പറ്റുന്നില്ലതായി. അതിൽ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഫ്യൂമിഗേഷൻ ചേർന്നു. ഫ്യൂമിഗേഷൻ പാസ്സായതിനു ശേഷം അവിടെ 2 വീക്സ് കയറി. പക്ഷെ അവിടുത്തെ എൻവയോൺമെന്റ് അത്ര എനിക്ക് വയബിൾ ആയിരുന്നില്ല. ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അതിൽ പിന്നെ എനിക്ക് മനസ്സിലായി കോഡിങ് എനിക്ക് പോകുമെന്ന് എനിക്ക് മനസ്സിലായപ്പോ അന്വേഷിച്ചപ്പോ ബ്രിഡ്ജോണെ പറ്റി കേട്ടു. +2 വരെ അവിടെ പ്ലേസ്മെന്റ് ആവേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട്. അപ്പൊ ഈ ഡിഗ്രിയിൽ എന്തായാലും എനിക്കും പ്ലേസ്മെന്റ് ആകാനുള്ളൊരു മൈൻഡിൽ എന്നായിക്കോട്ടെ അങ്ങനെ ചേർന്നു. അങ്ങനെ ഇവിടുത്തെ ബ്രിഡ്ജോണിലെ ഫസ്റ്റ് ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തു. ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തതിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ അന്ന് അങ്ങനെ വീട്ടിൽ കുറെ പ്രഷറിലൊക്കെ പോയി. ഇതിന്റെ പാത്ത് ഞാൻ കണ്ടുപിടിച്ച് ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ ഹെറോഡി കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറെ കണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ കാര്യത്തിൽ ഞാൻ പ്രൗഡാണ്.